പെരുമാനൂരിന്റെ അക്ഷരഭൂമികയിൽ വിശുദ്ധ തോമാസ് ലീഹായുടെ അനുഗ്രഹാശിസ്സുകൾ ഏറ്റുവാങ്ങി 87 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് തോമസ് ഗേൾസ് ഹൈസ്കൂൾ അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ഈ മണ്ണിന്റെ പുണ്യമായ ധന്യൻ വർഗീസ് പയ്യപ്പിള്ളിയച്ചനാൽ സ്ഥാപിതമായി ഇന്ന് ശതാബ്ദി നിറവിലെത്തി നിൽക്കുന്ന ST സന്യാസിനി സമൂഹത്തിന്റെ മാനേജ്മെന്റിന്റെ സവിശേഷ ശ്രദ്ധയും താൽപര്യവും ഈ വിദ്യാലയത്തിന്റെ കാരുണ്യയാത്രയിലെ ദിശാസൂചികയാണ്. അത്യാധുനിക വിദ്യാഭ്യാസ സൗകര്യങ്ങൾ സാധാരണക്കാരായ കുട്ടികൾക്ക് ലഭ്യമാക്കി അവരിൽ അറിവും സാമൂഹിക അവബോധവും വളർത്തി ഭാവിയുടെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നതിൽ ഈ വിദ്യാക്ഷേത്രം ഗണ്യമായ പങ്കുവഹിക്കുന്നു. കൊച്ചിയുടെ ഹൃദയഭാഗത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന ഈ വിദ്യാലയം പഠന പ്രക്രിയയ്ക്ക് വേറിട്ട അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ട് തിളങ്ങി നിൽക്കുന്നു. നീണ്ട 26 വർഷത്തെ അധ്യാപന ശുശ്രൂഷയ്ക്ക് ശേഷം വിരമിക്കുന്ന സിസ്റ്റർ ഉഷാമരിയയുടെയും 23 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിട പറയുന്ന സിസ്റ്റർ ലയനയുടെയും 22 വർഷത്തെ നിസ്തുല സേവനങ്ങൾ പൂർത്തിയാക്കി വിരമിക്കുന്ന ശ്രീമതി ജീനയുടെയും ഇന്ന് വേദി അലങ്കരിക്കുന്ന വിശിഷ്ട വ്യക്തികളുടെയും മഹനീയ സാന്നിധ്യത്തിൽ ഈ വിദ്യാലയത്തിൻ്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. 1939 പെൺകുട്ടികളുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനുമായി കേവലം 11 കുട്ടികളുമായി ഒരു ഓലപ്പുരയിൽ സിസ്റ്റർ ജോൺ മേരി ആരംഭിച്ച ഈ വിദ്യാലയത്തിൽ ഇന്ന് LKG മുതൽ 10ാം ക്ലാസ് വരെ 1668 കുട്ടികൾ പഠിച്ചു വരുന്നു. ആവേശത്തോടും കർമ്മധീരതയോടും കൂടി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഞങ്ങളുടെ മാനേജർ ബഹുമാനപ്പെട്ട സിസ്റ്റർ ടെർലിയോടും നേതൃത്വ പാഠവും ദീർഘവീക്ഷണവുമുള്ള പ്രധാനാധ്യാപിക സിസ്റ്റർ ഗ്രേസ്മിനോടും ചേർന്ന് പ്രവർത്തിക്കുന്ന അർപ്പണബോധവും സേവന സന്നദ്ധതയുമുള്ള 47 അധ്യാപകരും 5 അനധ്യാപകരും വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. PTA പ്രസിഡന്റ് ശ്രീ ലിജോ ആൻ്റണി, വൈസ് പ്രസിഡന്റ് ശ്രീ അജീഷ്, MPTA പ്രസിഡന്റ് പ്രൊഫസർ ശോഭ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാലയത്തിൻ്റെ വളർച്ചയ്ക്കുതകും വിധം കൃത്യമായി PTA യോഗങ്ങൾ നടത്തിവരുന്നു. കുട്ടികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക് സഹായകമായ ഭൗതിക സാഹചര്യങ്ങളാൽ നിറഞ്ഞതാണ് സെന്റ് തോമസ് വിദ്യാലയം. സുരക്ഷിതത്വവും വൃത്തിയും വെടിപ്പും പ്രശാന്തവുമായ വിദ്യാലയ അന്തരീക്ഷം ഫ്രീ ആയും സ്മാർട്ടായും വിദ്യാലയത്തിലായിരിക്കാനും ആസ്വദിച്ച് പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും കുട്ടികളെ സഹായിക്കുന്നു. ഹൈടെക് നിലവാരമുള്ള 34 ക്ലാസ് റൂമുകൾ, ഇൻട്രാക്റ്റീവ് ബോർഡോടുകൂടിയ 3 ഹൈസ്കൂൾ ക്ലാസ് റൂമുകൾ, ബൗദ്ധിക വികസനത്തോടൊപ്പം മാനസികവും ശാരീരികവും കലാപരവും കായികവുമായ തലങ്ങളിലെ വളർച്ചയ്ക്ക് ഉപയുക്തമായ സൗകര്യങ്ങൾ, അതിന് സഹായകമായ കഴിവുറ്റ അധ്യാപകർ, എക്സ്ട്രാ കോച്ചസ്, ട്രെയിനേഴ്സ്. ചെടികളും പൂക്കളും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും പച്ചത്തുരുത്തും നിറഞ്ഞ ഹരിത വിദ്യാലയമാണിത്. ഇടവേളകളെ ആഹ്ലാദപൂർണമാക്കുന്ന സാന്തോം പാർക്ക്, യാത്രായോഗ്യമായ 8 സ്കൂൾ ബസ്സുകൾ, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ, ഹോക്കി, ഹാൻഡ്ബോൾ, കൊക്കോ, ബാഡ്മിൻ്റൺ, സോഫ്റ്റ് ബോൾ, കബഡി ഇവയ്ക്കുള്ള കോർട്ടുകൾ, പ്രത്യേക കോച്ചസ്. മൂല്യങ്ങൾ സ്വന്തമാക്കാൻ സഹായിക്കുന്ന വാല്യൂ ബോർഡ്, ഡാൻസ്, മ്യൂസിക്, കരാട്ടെ എന്നിവയുടെ പ്രത്യേക പരിശീലനം. കമ്പ്യൂട്ടർ ലാബ്, സയൻസ് ലാബ്, സോഷ്യൽ സയൻസ് ലാബ്, മാത്സ് ലാബ്, വിശാലമായ ലൈബ്രറി, വൃത്തിയുള്ള ടോയ്ലറ്റ്സ്, പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം ഇവയെല്ലാം സെന്റ് തോമസ് ഗേൾസ് ഹൈസ്കൂളിനെ വ്യത്യസ്തമാക്കുന്നു. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി VPCLന്റെ സഹായത്തോടെ TJ വിനോദ് MLA എറണാകുളം നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയിരിക്കുന്ന പ്രഭാത ഭക്ഷണ പദ്ധതിയാണ് ഗുഡ് മോർണിംഗ് എറണാകുളം. ഈ പദ്ധതിയുടെ ഈ വർഷത്തെ ഉദ്ഘാടന വേദിയാകാൻ ഈ വിദ്യാലയം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് അഭിമാനകരമാണ്. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നമ്മുടെ സ്കൂളിലെ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെ 473 കുട്ടികൾ ഈ പദ്ധതിയുടെ ഭാഗമാണ്. മാർച്ച് 12 വിവിധ വിഷയങ്ങളിലെ മികവ് തെളിയിക്കുന്ന പഠനോത്സവം നടത്തി. കഴിഞ്ഞ SSLC പരീക്ഷ എഴുതിയ 178 കുട്ടികളിൽ 44 കുട്ടികൾ ഫുൾ A+ വാങ്ങി ഈ വിദ്യാലയത്തിൻ്റെ അഭിമാനപാത്രങ്ങളായി. കൂടാതെ 8 കുട്ടികൾക്ക് 9 A+ ലഭിക്കുകയുണ്ടായി. ഈ സ്കൂളിൻ്റെ അക്കാദമിക നിലവാരം ഉയർത്തിക്കാട്ടുന്ന ഒന്നാണിത്. അധ്യാപകരും മാതാപിതാക്കളും ഒന്നു ചേർന്ന് നടത്തിയ ത്യാഗപൂർണമായ അധ്വാനത്തിനുള്ള പ്രതിസമ്മാനമാണിത്.
കഴിഞ്ഞ വർഷത്തെ LSS പരീക്ഷയിൽ 3 കുട്ടികൾക്കും USS പരീക്ഷയിൽ 15 കുട്ടികൾക്കും സ്കോളർഷിപ്പ് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. കുമാരി ശ്രീ പാർവതി CS, സ്വാലിഹ എന്നിവർ ഗിഫ്റ്റഡ് ചൈൽഡ് ആവുകയും ചെയ്തു. 48,000 രൂപ സ്കോളർഷിപ്പായി ലഭിക്കുന്ന NMMS പരീക്ഷയിൽ അന്ന ജോഷ്ന NJ, നിയ അനിൽ, ശിവഗംഗ എന്നിവർ അർഹത നേടി. 2025 ജൂൺ 1 വർണ്ണശബളമായ പ്രവേശനോത്സവത്തോടെ ഔദ്യോഗികമായി ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 279 കുട്ടികൾ 2025 അധ്യയന വർഷത്തിൽ ഈ വിദ്യാലയത്തിലേക്ക് പുതുതായി കടന്നുവന്നു. നവാഗതരെ ആകർഷകമായ സമ്മാനങ്ങൾ നൽകി സ്വീകരിച്ചു. 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ പ്രതിനിധിയായി 2 കുട്ടികൾക്ക് പുതിയ പാഠപുസ്തകവും സമ്മാനവും SI ശ്രീ ബാബു ജോൺ നൽകി. കൂടാതെ മാതാപിതാക്കൾക്കായി ലഹരിക്കെതിരെ ക്ലാസ് സംഘടിപ്പിക്കുകയും ചെയ്തു. അസംബ്ലിയിൽ ദിനാചരണങ്ങൾ അർത്ഥസമ്പുഷ്ടമായി പ്രചോദനാത്മകമായി ഓരോ ക്ലാസും നേതൃത്വമെടുത്ത് അവതരിപ്പിക്കുന്നു. പരിസ്ഥിതി ദിനം, വായനാ ദിനം, ലഹരി വിരുദ്ധ ദിനം, സ്കൂൾ ഡേ, മെറിറ്റ് ഈവനിംഗ്, ബഷീർ ഡേ, ചാന്ദ്രദിനം, ഹിരോഷിമ ദിനം, സ്വാതന്ത്ര്യദിനം, അധ്യാപക ദിനം, വയോജന ദിനം, ഗാന്ധി ജയന്തി, കേരളപ്പിറവി, യോഗാ ദിനം, മ്യൂസിക് ഡേ, ശിശുദിനം ഇവ കൂടാതെ ഓണം, ക്രിസ്മസ് എന്നിവയും വിപുലമായ പരിപാടികളോടെ മനോഹരമാക്കുന്നു. ഓരോ ആഘോഷവുമായി ബന്ധപ്പെട്ട് വിവിധ മത്സരങ്ങൾ നടത്തി സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ജൂലൈ മാസം അധ്യാപകർ കുട്ടികളുടെ ഭവനങ്ങൾ സന്ദർശിക്കുകയും കുട്ടികളുടെ പഠന സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നു. കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ആവശ്യാനുസരണം ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിവരുന്നു. ഹെൽത്ത് എഡ്യൂക്കേഷൻ, സൈബർ ഇഷ്യൂസ്, മെൻ്റൽ ഹെൽത്ത്, സെക്സ് എഡ്യൂക്കേഷൻ, ആൻറ്റി ഡ്രഗ് അവെയർനെസ്, മോട്ടിവേഷൻ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നൽകി അവരെ പ്രബുദ്ധരാക്കുന്നു. തീർത്തും ജനാധിപത്യ രീതിയിൽ ഒരു സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്. 22 ക്ലാസുകളിൽ നിന്നുള്ള ആവേശമായ തിരഞ്ഞെടുപ്പിൽ 10C കുമാരി ലയ മേരി സ്കൂൾ ലീഡറായും 9 ക്ലാസ്സിലെ കുമാരി അശ്വനി കൃഷ്ണ അസിസ്റ്റന്റ് ലീഡറായും തിരഞ്ഞെടുക്കപ്പെട്ടു. വയോജന ദിനത്തോടനുബന്ധിച്ച് ക്ലാസ് തലത്തിൽ കുട്ടികൾ ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കുകയും ഉച്ചഭക്ഷണം നൽകുകയും നിത്യോപയോഗ സാധനങ്ങൾ നൽകുകയും ചെയ്തു. സഹപാഠിക്കൊരു കൈത്താങ്ങ്. തേവര വിൻസെൻ്റ് പോൾ സൊസൈറ്റിയിലെ അംഗങ്ങൾ 20 കുട്ടികളുടെ പഠന ചിലവിലേക്കായി 4,000 രൂപ വീതം നൽകി സഹായിച്ചു. ധന്യൻ വർഗീസ് പൈപ്പിളിയച്ചൻ്റെ ബഹുമാനാർത്ഥം 6 കുട്ടികളുടെ പഠന ചിലവിലേക്കായി 5,000 രൂപ വീതം നൽകി. നിർധനരായ കുട്ടികൾക്ക് ഫ്രീ യൂണിഫോം, ബസ് ഫെയർ കൺസെഷൻ ഇവയെല്ലാം സ്കൂൾ മാനേജ്മെൻറ്റ് നൽകി വരുന്നു. എല്ലാ ക്ലാസ്സുകളിലുമുള്ള ചാരിറ്റി ബോക്സിൽ കുട്ടികൾ നിക്ഷേപിക്കുന്ന ചെറിയ തുകകളും സുമനസ്സുകളുടെ സഹായങ്ങളും ചേർത്ത് 25 കുട്ടികളുടെ മാതാപിതാക്കളെയും കുട്ടികളുടെയും ചികിത്സയ്ക്കും പഠന സഹായങ്ങൾക്കുമായി വിനിയോഗപ്പെടുത്തി. സ്നാക്സ് ഫെസ്റ്റ്, ഐസ്ക്രീം സ്റ്റോൾ, ബിരിയാണി ചലഞ്ച് ഇവയിലൂടെ ലഭിച്ച തുകയും ചാരിറ്റിക്കായി ഉപയോഗിച്ചു. സംഘടനാ പ്രവർത്തനങ്ങൾ. പൗരബോധവും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള പൗരന്മാരെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടെ കേരള പോലീസ് ആരംഭിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് 2021 മുതൽ നമ്മുടെ സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ചു. 8, 9, 10 ക്ലാസ്സുകളിൽ നിന്നുമായി ഇപ്പോൾ 132 കുട്ടികൾ ഇതിൽ അംഗങ്ങളാണ്. ലഹരിക്കെതിരെ എറണാകുളം സൗത്ത് ടൗൺ പോലീസ് സ്റ്റേഷനുമായി സഹകരിച്ച് മാരത്തോൺ നടത്തുകയുണ്ടായി. ലോക പരിസ്ഥിതി ദിനം ഒരു തൈ നട്ടുകൊണ്ട് അവർ ആചരിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ പരേഡ് നടത്തി. കമ്മ്യൂണിറ്റി പ്രൊജക്റ്റിൻ്റെ ഭാഗമായി 1 സ്കൂൾ 1 പ്രോജക്റ്റ് എന്ന പദ്ധതിയിൽ തേവര അഗതി മന്ദിരം സന്ദർശിക്കുകയും പൊതിച്ചോർ നൽകുകയും ചെയ്തു. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സ്റ്റേറ്റ് ലെവൽ ക്യാമ്പിൽ 10C പഠിക്കുന്ന കേഡറ്റ് നിയ നസ്രിൻ പങ്കെടുത്തു. NCC എറണാകുളം 7K നേവൽ യൂണിറ്റ് NCCയുടെ കീഴിൽ ഹൈസ്കൂളിലെ 75 NCC കേഡറ്റാണ് നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ഉള്ളത്. ജനുവരിയിൽ A സർട്ടിഫിക്കറ്റ് പരീക്ഷയിൽ 26 സീനിയർ കേഡറ്റ്സ്
100% വിജയം കൈവരിച്ചു. മെയ് 1 മുതൽ 10 വരെ 600 കേഡറ്റ്സ് പങ്കെടുത്ത ഓൾ കേരള NCC ആനുവൽ ട്രെയിനിങ് ക്യാമ്പ് നമ്മുടെ സ്കൂളിൽ വിജയകരമായി നടത്തി. ആഴ്ചയിൽ 2 ദിവസം കൃത്യമായി പരിശീലനം നടത്തുന്നു. 9Cയിൽ പഠിക്കുന്ന കേഡറ്റ് പിതാ റോസ് RDC ക്യാമ്പിൽ പങ്കെടുക്കുന്നതിനുള്ള സെലക്ഷൻ ലഭിച്ചു. കേഡറ്റ് ശിവാനി സിബി ബി പയ്യന്നൂരിൽ വെച്ച് നടന്ന 12 ദിവസത്തെ EBSAB ക്യാമ്പിൽ പ്രവേശനം നേടി. NCC ദിനം വൃദ്ധസദനം സന്ദർശിച്ചും വിവിധ പരിപാടികൾ നടത്തിയും ആഘോഷിച്ചു. ലിറ്റിൽ കൈറ്റ്സ് ഹൈസ്കൂൾ തലത്തിലെ 119 കുട്ടികൾ വിവരസാങ്കേതിക വിദ്യയിൽ പ്രത്യേക പരിജ്ഞാനം നേടുന്നു. ഗ്രാഫിക് ഡിസൈനിംഗ്, ഡിജിറ്റൽ മാഗസിൻ നിർമ്മാണം, ആനിമേഷൻ, റോബോട്ടിക്സ്, മൊബൈൽ ആപ്പ് നിർമ്മാണം, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോഗ്രാഫി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവയുടെ പരിശീലനം എല്ലാ ബുധനാഴ്ചകളിലും നൽകുന്നു. ഉപജില്ലാ ജില്ലാ തലത്തിൽ നടന്ന കലോത്സവങ്ങളുടെ വീഡിയോ റെക്കോർഡിംഗ്, വെക്കേഷൻ ക്യാമ്പ് തുടങ്ങിയവയിലെല്ലാം ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ പങ്കെടുത്തു. സ്കൂളിന്റെ സ്കൂൾ വിക്കി പേജിന്റെ അപ്ഡേഷൻ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ അധ്യാപകരോടൊപ്പം പങ്കെടുത്ത് വിജയകരമായി പൂർത്തിയാക്കി. ഗൈഡിംഗ് കുട്ടികളിൽ മാനവിക മൂല്യങ്ങൾ വളർത്തിയെടുക്കാനും ചുമതലാബോധത്തിൽ വളരാനും സമൂഹത്തെ സേവിക്കാനും സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ ഉപയോഗപ്പെടുത്താനും ഗൈഡിംഗ് സംഘടന നമ്മുടെ വിദ്യാലയത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ഇപ്പോൾ 26 കുട്ടികൾ ഇതിൽ അംഗങ്ങളാണ്. 10ാം ക്ലാസ്സിലെ സെലീന ജോൺസി, ആലിയ എൽദോ, റോഷ്ന റോമി, 9ാം ക്ലാസ്സിലെ സോന ആന്റണി, അനന്യ തോമസ് എന്നിവർ രാജ്യ പുരസ്കാർ അവാർഡിന് അർഹത നേടി. 21 കുട്ടികൾ സോപ്പാൻ പരീക്ഷ എഴുതി പാസ്സായി. ഹരിതസേന വിദ്യാലയവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാനും വിദ്യാലയത്തിന്റെ പച്ചപ്പ് നിലനിർത്താനും ഹരിതസേനയിലെ കുട്ടികൾ പരിശ്രമിക്കുന്നു. ജൂനിയർ റെഡ് ക്രോസ് കുട്ടികളിൽ സേവന തൽപരത, ത്യാഗമനോഭാവം, അർപ്പണ മനോഭാവം, പൗരബോധം എന്നീ മൂല്യങ്ങൾ വളർത്തി സേവന സന്നദ്ധതയുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ജൂനിയർ റെഡ് ക്രോസ് ഇവിടെ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പരിസര ശുദ്ധീകരണം, ആരോഗ്യ ബോധവൽക്കരണം, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയിൽ കുട്ടികൾ പങ്കെടുക്കുന്നു. 8, 9, 10 ക്ലാസ്സുകളിലായി 75 കുട്ടികൾ ഇതിൽ അംഗങ്ങളാണ്. 10ാം ക്ലാസ്സിലെ 27 കുട്ടികൾ ABC ലെവൽ എക്സാം പാസ്സായി ഗ്രേസ് മാർക്കിന് അർഹത നേടി. KCSL പ്രാർത്ഥന, പഠനം, സേവനം എന്നീ മുദ്രാവാക്യവുമായി പ്രവർത്തിക്കുന്ന KCSL സ്കൂളിലെ സജീവമായി പ്രവർത്തിക്കുന്നു. കുട്ടികൾക്ക് ആത്മീയ ഉണർവ് നൽകുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. മോറൽ സയൻസ് പരീക്ഷയിൽ 10 കുട്ടികൾ സ്കോളർഷിപ്പിന് അർഹത നേടി. 4ാം ക്ലാസ്സിലെ കുമാരി ജ്വാല സുമേഷിന് അതിരൂപത തലത്തിൽ സ്കോളർഷിപ്പും ക്യാഷ് അവാർഡും ലഭിക്കുകയുണ്ടായി. സ്കൂൾ ഡേയോടനുബന്ധിച്ച് സയൻസ് ക്ലബ്, സോഷ്യൽ സയൻസ് ക്ലബ്, മാത്സ് ക്ലബ്, IT ക്ലബ്, വിദ്യാരംഗം, കലാസാഹിത്യവേദി എന്നീ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ജൂലൈ 2 ആദരണീയനായ MLA ശ്രീ TJ വിനോദ് നിർവഹിച്ചു. ഈ അധ്യയന വർഷം മുതൽ ഉപഭോക്തൃ ക്ലബ്ബ്, എനർജി ക്ലബ് എന്നിവയും സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സ്പോർട്സ് സബ് ജില്ലാ ഫുട്ബോൾ മത്സരത്തിൽ ജൂനിയർ ഗേൾസ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. പതിമൂന്നാമത് ധന്യൻ വർഗീസ് പൈപ്പിള്ളി മെമ്മോറിയൽ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് നവംബർ 20, 21 തീയതികളിൽ നടത്തി. തേവര SHCMI പബ്ലിക് സ്കൂൾ 1ാം സ്ഥാനം നേടി. KV എറണാകുളം 2ാം സ്ഥാനവും ഗ്ലോബൽ പബ്ലിക് സ്കൂൾ 3ാം സ്ഥാനവും നേടുകയുണ്ടായി. ശാസ്ത്രമേള ഗണിതമേള ഒക്ടോബർ മാസത്തിൽ നടന്ന സബ് ജില്ലാ ഗണിതശാസ്ത്രമേളയിൽ UP വിഭാഗത്തിൽ ഫസ്റ്റ് ഓവർലോഡ് ലഭിക്കുകയുണ്ടായി. സാമൂഹ്യശാസ്ത്രമേള സബ് ജില്ലാ സാമൂഹ്യശാസ്ത്രമേളയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 3rd ഓവർലോഡ് ലഭിക്കുകയുണ്ടായി.
ശാസ്ത്രമേള. സബ് ജില്ലാ ശാസ്ത്രമേളയിൽ ഹൈസ്കൂൾ വിഭാഗം ഫസ്റ്റ് ഓവറോളിന് അർഹത നേടി. പ്രവൃത്തി പരിചയമേള. സബ് ജില്ലാ പ്രവൃത്തി പരിചയമേളയിൽ വിവിധ ക്ലാസുകളിൽ നിന്നുമായി 50 കുട്ടികൾ 50 ഇനങ്ങളിൽ പങ്കെടുത്തു. കലോത്സവം. LP, UP, ഹൈസ്കൂൾ തലങ്ങളിൽ നിന്നായി 189 കുട്ടികൾ സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്തു. LP ഹൈസ്കൂൾ വിഭാഗത്തിന് 3rd ഓവറോളും UP വിഭാഗത്തിന് 4th ഓവറോളും ലഭിച്ചു. നീണ്ട വർഷങ്ങളിലെ സേവനങ്ങൾക്ക് ശേഷം ഔദ്യോഗിക രംഗത്തു നിന്ന് വിരമിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ലയന, സിസ്റ്റർ ഉഷ മരിയ, ശ്രീമതി ജീന, നിങ്ങളുടെ സ്തുത്യർഹമായ സേവനങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. ഭാവി ഭാവുകങ്ങൾ നേരുന്നു.